പ്രയാസമായിരിക്കും. നമ്മളെ കുടുംബം ശരിയാവണേ കുറേ സ്ഥലത്ത് നമ്മൾ മിണ്ടാടക്കേണ്ടി വരും, കുറെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യനോട് പറയലുണ്ട്, അത് ഞങ്ങളോടും പറയാം. ചിലപ്പോൾ എന്റെ ഉമ്മാനൊക്കെ മാസത്തിൽ ഒരിക്കൽ വന്നിട്ടായിരിക്കും പെങ്ങളൊന്ന് കുളിപ്പിക്കുകയും നോക്കുകയൊക്കെ ചെയ്യാം. ബാക്കി എല്ലാ ദിവസവും നോക്കുന്നാരാ എന്റെ ഓള് തന്നെ. പക്ഷെ ഒരു ദിവസം വന്ന പെങ്ങള് ഉമ്മ ഒരു മാസം കോപ്പിയടിച്ച് പറയും, ഓള് വന്നീനും ഞാൻ കുളിപ്പിച്ച്, ഞാൻ ഇങ്ങനെയാക്കി, ഇന്ന ഓളാ നോക്കി, ഞാൻ ലോൺ കുളിപ്പിച്ച് തന്ന് ഒക്കെ പറയും. അപ്പൊ എന്റെ ഭാര്യ വയ്ക്കും 29 ദിവസം നോക്കിയതാരാ നീ, ഞാൻ തന്നെ. അന്റെ അമ്മ പറയാത്ത, ഞാൻ അത് പറയൂല, അത് ഉമ്മാരെ മനസ്സാ, അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതിന്റെ അർത്ഥം ഇങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, കുളിപ്പിച്ചോയ പെങ്ങൾക്കും അറിയാം 29 ദിവസം ഇതിനേക്കാളും ഭംഗി ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ ഉമ്മാർക്ക് പറയാൻ നവംബർ ആരേ വരൂ, ഉമ്മാന്റെ മോളെ വരൂ. അത് ഇങ്ങനെ സബൂറാക്ക്, എനിക്കുള്ളത് പഠിച്ചോൻ തരും. എനിക്കുള്ളത് പഠിച്ചോൻ തന്നാൽ പിന്നെ ഇങ്ങനെ അതിന് ബേജാറാവണ്ട. കാരണം ദുനിയാവിൽ എനിക്ക് ആരും തരൂല. കിട്ടാനുള്ളത് പരലോകത്താണെങ്കിൽ പിന്നെ ദുനിയാവിൽ ആൾക്കാരും വൽപ്പത്തിറങ്ങി നോക്കുകയും വേണ്ട. ആ മനസ്സ് നമുക്ക് ഉണ്ടായാൽ കുടുംബറാഹത്താ. ആ കുടുംബത്തിൽ ഒരു സമാധാനമല്ലാതെ എന്തുണ്ടായിട്ടെന്താ? എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള്, എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യമുള്ളത്. പക്ഷെ മനസ്സമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുക. ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം.